എല്ലാവർക്കും ഷമീർ karotty യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫോട്ടോസ് എല്ലാം തന്നെ 3D എഫക്ട്സോട് കൂടി നൽകാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഇത് വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം നിങ്ങൾ പല ഫോട്ടോസുകളും 3D എഫക്റ്റുകളോടുകൂടി കണ്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു അറിവാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പല എൻ്റെ സുഹൃത്തുക്കളും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഫേസ് ഉപയോഗിച്ച് വീഡിയോ ചെയ്യാത്തതെന്ന്. കാരണം ഇപ്പോഴത്തെ സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാത്തത്. നിങ്ങൾക്കറിയാം ഗൾഫിലെ ഇപ്പോഴുള്ള സ്ഥിതികളും കാര്യങ്ങളൊക്കെയും. ഓക്കെ, അതിലേക്കൊന്നും ഞാൻ കൂടുതലേക്ക് കടക്കുന്നില്ല. എന്താണ് ഈ ആപ്ലിക്കേഷൻ, എന്തൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്നൊക്കെ കാണുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്താണ് ആപ്ലിക്കേഷൻ, ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കാം. ലൂസിഡ് പിക്സ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പലതരത്തിലുള്ള ടെംപ്ലേറ്റ്സ്. ഇപ്പം ഞാൻ ഈ ഒരു പൂച്ചയുടെ ചിത്രം ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോണ് ചലിക്കുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു എഫക്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഒരു ഫോട്ടോയും ചെയ്യുന്നത്. ഒരു ഫോട്ടോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായി ഇവിടെ നിങ്ങൾക്ക് കാണാം ക്യാമറ ഐക്കൺ. അതുപോലെ തന്നെ ഈ ക്യാമറ ഐക്കൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ഗാലറിയിൽ നിന്നും ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ എൻ്റെ ഈ ക്യാമറ ഐക്കൺ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫേസ് ഇവിടെ വ്യക്തമായിട്ട് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഞാൻ ഇവിടെ എൻ്റെ ഫോട്ടോ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുകയാണ്. ശേഷം ഗാലറിയിൽ നിന്നും ഞാൻ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇതിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് കാണാം നാച്ചുറൽ, അതുപോലെ തന്നെ സ്നോ, എല്ലാ തരത്തിലുള്ള എഫക്ട്സുകളും ഇവിടെ ലഭ്യമാണ്. ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ്സാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ശേഷം ജനറേറ്റ് 3D ഫോട്ടോ എന്നുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് പോലും ആകില്ല, നിങ്ങൾക്കത് ജനറലായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണാം ആ ഒരു ഫോട്ടോ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. 3D എഫക്ട്സ് വന്നതായിട്ട് നിങ്ങൾ കാണാൻ. ഞാൻ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിരിക്കുന്ന സമയത്ത് ആ ഒരു എഫക്റ്റ് ഇതിൽ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശേഷം നിങ്ങൾക്കിവിടെ ഇത് ഗാലറിയിലേക്കോ അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പിലേക്കെല്ലാം നിങ്ങൾക്ക് ഇതിൽ ഷെയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിന് മുൻപ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേര് ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ പേര് ഇവിടെ സേവ് ചെയ്യുകയാണ്, എഴുതി കൊടുക്കുകയാണ്. ശേഷം ഡൺ എന്നുള്ള ഭാഗം കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ പേര് ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇത്തരത്തിൽ വെച്ച് കൊടുക്കാൻ. ഇത്തരത്തിലുള്ള പുതിയ അറിവുകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.